അപ്പം നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കാൻ പോയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ മുഴനെഞ്ചും 1/2 കിലോ എല്ലും ആട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പം അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് വെള്ളം ഈ നമ്മൾ ഇട്ടേക്കുന്ന നമ്മുടെ ഈ എല്ലിൻ്റെ മേളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ട് വരാമേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, പിന്നെ 2.25 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ കൈ എടുക്കാതെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക. ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് വറുത്ത ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമുക്കിത് നമ്മുടെ എല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വലിയ സവോള. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാ അടുപ്പത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഇത് ചേർത്തുന്നോർത്ത് കുഴപ്പമില്ല. ഞാനൊരു 2 മിനിറ്റ് ഇച്ചിരി നേരം തിളച്ചോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. കുക്കറിൽ വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുപ്പിലിങ്ങനെ സ്റ്റൗവിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സാധാരണ ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയപ്പോഴത്തേനും ഇത്രയും വെള്ളമായിട്ടുണ്ട്. നമ്മൾ കപ്പ ആ സമയം കൊണ്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കപ്പത്തെ തോരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും വെന്തിട്ടുണ്ടായിരുന്നു കപ്പയ്ക്ക് ഞാൻ 1 വിസിലാട്ടോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് കുരുമുളക് പൊടി മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറുത്തട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടീഷൻ. ഇത്രയും വെള്ളത്തിലാണ് നമ്മൾ കപ്പ ഇടാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് കപ്പ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. 2 സെക്കൻഡ് നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് വയ്ക്കും. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതേപടി അങ്ങ് വയ്ക്കുക. എന്നിട്ട് കപ്പകൾ ഓരോ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ ഉടച്ച് കൊടുക്കുക. ഇച്ചിരി ദേഹം അനങ്ങിയിട്ടുള്ള പണിയാണ്. നന്നായിട്ട് ഉടച്ച് അങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് അത്രയൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അവസാനം ചൂടോടുകൂടി അങ്ങ് വിളമ്പ് അങ്ങോട്ട് കഴിക്കുക. എന്ത് ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ബൈ.